നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ടാലി പ്രൈം മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പേറോളിൽ വരുന്ന സാലറിനെ കുറിച്ചിട്ടാണ്. പേറോളിനകത്ത് എങ്ങനെ സാലറി ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് ഓൾട്ടർ പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനകത്ത് പേറോൾ മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ ഡിഫൈൻ സാലറി വരുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത എംപ്ലോയീസും അതുപോലെ തന്നെ എംപ്ലോയി ഗ്രൂപ്പ്സും ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ ഏത് എംപ്ലോയിക്കാണോ നമ്മൾ സാലറി ഡിഫൈൻ ചെയ്യേണ്ടത് ആ ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഏത് ഗ്രൂപ്പിനാണോ നമുക്ക് സാലറി ഡിഫൈൻ ചെയ്യേണ്ടത് ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് എംപ്ലോയി വൈസും നമുക്ക് സാലറി ഡിഫൈൻ ചെയ്യാം, അതുപോലെ ഗ്രൂപ്പ് വൈസും സാലറി ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ സാലറി ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓൾട്ടറിലൂടെയാണ് വരേണ്ടത്. ക്രിയേറ്റിനകത്ത് നമുക്ക് ആ ഒരു ഓപ്ഷൻ കാണാൻ കഴിയുകയില്ല. അപ്പോൾ ഓൾട്ടർ എടുത്തിട്ട് വേണം ഡിഫൈൻ സാലറി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു പർട്ടിക്കുലർ എംപ്ലോയിക്കാണ് സാലറി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു എംപ്ലോയിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ രാഹുൽ പറഞ്ഞ എംപ്ലോയിനെ സെലക്ട് ചെയ്തു. ഇതിനകത്ത് എഫക്റ്റീവ് ഫ്രം ഏത് ഡേറ്റ് മുതലാണ് നമ്മുടെ ഈ സാലറി ഡിഫൈൻ ചെയ്ത് എഫക്റ്റ് ആവേണ്ടതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ April 4, 2024 എന്ന് കൊടുക്കുന്നുണ്ട്. എൻ്റർ അടിക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേ ഹെഡ്സിൻ്റെ ലിസ്റ്റ് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു രാഹുൽ പറഞ്ഞൊരു എംപ്ലോയിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേ ഹെഡ്സ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ആദ്യം ബേസിക് സാലറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാലറി വരുന്നൊരു ഫ്ലാറ്റ് റേറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചേഞ്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ 10,000 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് അപ്പോൾ ഇവിടെ പേ ഹെഡ് ടൈപ്പ് കാൽക്കുലേഷൻ ടൈപ്പൊക്കെ ഓട്ടോമാറ്റിക്കായി വരുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഞാൻ ഹൗസിങ് അലവൻസ് കൊടുക്കുന്നുണ്ട്. അത് കമ്പ്യൂട്ടർ വാല്യൂ ആയതുകൊണ്ടാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത. പിന്നെ ഓവർ ടൈം എടുക്കാം. അപ്പോൾ ഓവർ ടൈം പറയുന്നത് അപ്പോൾ ഒരു മണിക്കൂറിന് എത്രയാണോ ഓൺ പ്രൊഡക്ഷനിലാണ് നമ്മൾ കാൽക്കുലേഷൻ ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു മണിക്കൂർ ഒരു വ്യക്തി ഓവർ ടൈം ചെയ്യണമെങ്കിൽ ഒരു 100 റുപ്പീസാണ് നമ്മൾ ഓവർ ടൈമായി കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അത് അവിടെ കൊടുക്കാം. 10 അടിക്കാം. പെർ ഹവറിനാണ് 100 റുപ്പീസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും പേ ഹെഡ്സ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ആണെങ്കിൽ എംപ്ലോയീസ് EPF സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യം കൊടുത്തിട്ട് എൻഡ് ഓഫ് ലിസ്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് എൻ്റർ അടിക്കാം. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാഹുൽ പറഞ്ഞൊരു വ്യക്തിയുടെ സാലറി ഡീറ്റെയിൽസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. എൻ്റർ അടിച്ചു. നെക്സ്റ്റ് നമുക്ക് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനാണ് സാലറി ഡിഫൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഗ്രൂപ്പ് പറയുന്നത് മാർക്കറ്റിംഗാണ് സെലക്ട് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ എത്ര എംപ്ലോയീസ് ഉണ്ടോ അവർക്കൊക്കെ ഈ ഒരു പർട്ടിക്കുലർ സാലറി ആയിരിക്കും ഡിഫൈൻ ചെയ്ത് വരുന്നത്. അപ്പോൾ എഫക്റ്റീവ് ഡേറ്റ് അവിടെ ഞാൻ 24 കൊടുക്കുന്നുണ്ട്. എൻ്റർ അടിക്കാം. ഇപ്പോൾ ഫസ്റ്റിന് ബേസിക് സാലറി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 20,000 കൊടുക്കുന്നുണ്ട്. അതുപോലെ ബോണസ് കൊടുക്കാം. അത് യൂസർ ഡിഫൈൻഡ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ എത്ര കൊടുക്കുന്നത് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓവർ ടൈം ഉണ്ടെങ്കിൽ ഓവർ ടൈം കൊടുക്കാം. ഹൗസിങ് അലവൻസ് കൊടുക്കുന്നുണ്ട്. എംപ്ലോയീൻ്റെ PF കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ എംപ്ലോയി ഗ്രൂപ്പിന് നമ്മൾ സാലറി ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ എംപ്ലോയി ഗ്രൂപ്പിന് സാലറി ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സാലറി പേയബിൾ ലെഡ്ജറാണ്. അത് നമ്മൾ നോർമലായി കൊടുക്കുന്ന ലെഡ്ജറിനകത്തല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. പേ ഹെഡ് ക്രിയേഷൻ്റെ അകത്താണ് ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തിനാ ഈ സാലറി പേയബിൾ ലെഡ്ജർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു എംപ്ലോയിക്ക് നമ്മളൊരു സാലറി കൊടുക്കാനുണ്ട്, പക്ഷേ ഇതുവരെ കൊടുത്തിട്ടില്ല വെച്ചാൽ അത്തരം കാര്യങ്ങൾ അത്തരം ട്രാൻസാക്ഷൻസ് ഈ സാലറി പേയബിൾ ലെഡ്ജറിൻ്റെ അണ്ടറിലായിരിക്കും കൊടുക്കേണ്ടാവുക. അപ്പോൾ അത് കൊടുക്കാമെന്ന് വേണ്ടിയിട്ട് ക്രിയേറ്റ് സെലക്ട് ചെയ്യാം. പേ ഹെഡ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് സാലറി പേയബിൾ പറഞ്ഞ നെയിം കൊടുക്കാം. സാലറി പേയബിൾ എന്ന് കൊടുത്തു. അതുപോലെ പേ ഹെഡ് ടൈപ്പ് വന്നിട്ട് നോട്ട് അപ്ലിക്കബിൾ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അണ്ടർ പറയുന്നത് കറൻറ്റ് ലയബിലിറ്റീസ്, അതൊരു ബാധ്യത ആയതുകൊണ്ടാണ് നമ്മൾ കറൻറ്റ് ലയബിലിറ്റീസ് അത് കൊടുക്കുന്നത്. ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാലറി പേയബിൾ പറഞ്ഞ ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും.
ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു പേ ഹെഡ് ഓൾട്ടർ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാം? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഓൾട്ടർ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനകത്ത് പേ ഹെഡ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമ്മളിപ്പോൾ കൊടുത്ത പേ ഹെഡ് സാലറി പേയബിൾ ആണ്. അത് സെലക്ട് ചെയ്തതിന് ഇതിനകത്ത് വേണ്ട മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലെഡ്ജ് നമുക്ക് വേണ്ട വെച്ചാൽ ഡിലീറ്റ് ചെയ്തും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സാലറി ഡീറ്റെയിൽസ് അതും നമുക്ക് ഓൾട്ടർ ചെയ്യാം. അതെങ്ങനെ നോക്കാം. അതുപോലെ ഡിഫൈൻ സാലറിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എംപ്ലോയിനെ നമുക്ക് എടുക്കാം. ഇപ്പോൾ രാഹുലിന് എടുത്തതിനാൽ രാഹുൽ നമുക്കൊരു കുറച്ച് പേ ഹെഡ്സ് വെച്ചിട്ട് സാലറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോഡിഫിക്കേഷനൊക്കെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. സാലറി വൗച്ചർ എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് വൗച്ചർ സെലക്ട് ചെയ്യാം. അക്കൗണ്ടിൻ്റെ അവിടെ സാലറി പേയബിൾ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഓട്ടോ ഫിൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഓട്ടോ ഫിൽ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ സാലറി ഡീറ്റെയിൽസ് ഡിഫൈൻ ചെയ്ത് വരാനാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫൈൻ ചെയ്ത് വരാനാണ്. അപ്പോൾ ഇവിടെ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ പേറോൾ കൊടുക്കാം. പ്രോസസ് ഫോർ സാലറി ഇത് ഫസ്റ്റ് ഏപ്രിൽ തന്നെ കൊടുക്കാം. ഇത് ഞാൻ ഏപ്രിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അടിക്കാം. ഇത് പ്രൈമറി കാറ്റഗറി സെലക്ട് ചെയ്യാം. ഓൾ ഐറ്റം സെലക്ട് ചെയ്യാം. എംപ്ലോയി നെയിം ക്യാഷ് എസ് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും പേറോൾ ഓട്ടോഫിൽ സാലറി പറഞ്ഞ സ്റ്റാറ്റസിലായിരിക്കും ഇത് കിടക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ രാഹുൽ പറയുന്ന ഒരു എംപ്ലോയി പ്രൈമറി കോസ്റ്റ് കാറ്റഗറിൻ്റെ അണ്ടറിലുള്ളൂ. അപ്പം ഒന്നിൽ കൂടുതൽ എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്താൽ അവരുടെ പേരും താഴെ വന്നുകൊണ്ടേക്കും. അപ്പോൾ ഇതിൽ രാഹുൽ പറയുന്ന വ്യക്തിക്ക് നമ്മൾ കുറച്ച് സാലറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസിക് സാലറി വരുന്നത് 10,000 ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഹൗസിംഗ് അലവൻസ് ആയിട്ട് യൂസർ ഡിഫൈൻഡ് വാല്യൂ സെറ്റ് ചെയ്ത് വരുന്നത്. അതുപോലെ ഓവർ ടൈം ഉണ്ടെങ്കിൽ മാത്രം അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുള്ളൂ. അതിൽ PF ഉണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതിനകത്ത് ഇത്ര 10,500 ആണ് ഇപ്പോൾ നിലവിൽ രാഹുലിന് നമ്മൾ കൊടുക്കേണ്ടത്. ആ ഒരു എമൗണ്ട് ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. അതിനുശേഷം നറേഷൻ എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വൗച്ചർ സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സാലറി വൗച്ചർ അടിച്ചു കൊടുക്കുന്നത്. ഇനി അതേസമയം നമുക്ക് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള സാലറി വാല്യൂസാണ് കൊടുക്കേണ്ടതെങ്കിൽ വീണ്ടും സാലറി പേയബിൾ സെലക്ട് ചെയ്യാം. ഓട്ടോ ഫിൽ സെലക്ട് ചെയ്യാം. പേറോൾ ഓട്ടോ ഫിൽ കൊടുക്കാം. ഇത് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. പ്രോസസ് ഫോർ യൂസർ ഡിഫൈൻഡ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഡേറ്റ് പറയുന്നത് 1/4/2024 കൊടുക്കാം. പ്രൈമറി കോസ്റ്റ് കാറ്റഗറി എടുത്തുണ്ട്. അതിൽ ഓൾ ഐറ്റംസ് എടുക്കാം. എംപ്ലോയി നെയിം രാഹുൽ എടുക്കുന്നുണ്ട്. അതുപോലെ ക്യാഷ് ലെഡ്ജറാണ്. ഇപ്പോൾ ഇവിടെ രാഹുലിന് വന്നിട്ട് നമ്മൾ യൂസർ ഡിഫൈൻഡ് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു ഡീറ്റെയിൽസ് വരാത്തത്. അത് നമ്മൾ സാലറിനകത്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ രാഹുലിൻ്റെ നേരെ ആ യൂസർ ഡിഫൈൻഡ് വാല്യൂ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ വേറൊരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ യൂസർ ഡിഫൈൻഡ് വാല്യൂ വരിക നോക്കാം. പിന്നെ അതിനകത്ത് അക്കൗണ്ട് പറയുന്നത് സാലറി പേയബിൾ തന്നെയാണ്. പിന്നെ ഓട്ടോ ഫില്ലിന് ഒന്നുകൂടി സെറ്റ് ചെയ്യാം. പേറോളിന് കൊടുക്കാം. അതുപോലെ പ്രോസസ് ഫോർ യൂസർ ഡിഫൈൻഡ് സെറ്റ് ചെയ്യാം. ഡേറ്റ് വന്നിട്ട് 1/4/24 എന്ന് കൊടുക്കുന്നുണ്ട്. എൻഡ് ഡേറ്റ്. അതിൽ പ്രൈമറി കോസ്റ്റ് കാറ്റഗറിയിലാണ് അല്ലാതെ നമുക്കിവിടെ മെയിൻ ബ്രാഞ്ച് എടുക്കാം. മെയിൻ ബ്രാഞ്ചിനകത്ത് ആരുമില്ല. അപ്പോൾ നമുക്കത് ഹെഡ് ഓഫീസ് സെലക്ട് ചെയ്യാം. ഹെഡ് ഓഫീസിൽ നമുക്ക് 2 പേരുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ഓൾ ഐറ്റം സെലക്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയി നെയിം വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാം. അതുപോലെ ക്യാഷ് ലെഡ്ജർ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എൻ്റർ കൊടുക്കാം. അപ്പം നമ്മുടെ സ്റ്റാറ്റസ് വന്നിട്ട് പേറോൾ ഓട്ടോ ഫിൽ വരും. അപ്പോൾ ഇതിനകത്ത് കണ്ട അനു പറഞ്ഞവർക്ക് നമ്മൾ യൂസർ ഡിഫൈൻഡ് വാല്യൂ 3 സെറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് വന്നിട്ട് ബോണസും, പിന്നെ ഒന്ന് ക്യാൻറ്റീൻ ഡിഡക്ഷനും, പിന്നെ ഒന്ന് വന്ന് സാലറി അഡ്വാൻസും. അപ്പോൾ നേരത്തെ രാഹുലിനകത്ത് നമ്മളിതൊന്നും വന്നില്ല, കാരണം ആൾക്ക് യൂസർ ഡിഫൈൻഡ് വാല്യൂ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ബോണസ് നമ്മൾ എത്രയും കൊടുക്കുന്നത് അത് കൊടുക്കാം. എൻ്റർ അടിക്കാം. ക്യാൻറ്റീൻ ഡിഡക്ഷൻ എത്രയാണെങ്കിൽ അതവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോ മന്തിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്. സാലറി അഡ്വാൻസ് ആയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതവിടെ അടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് 0 കൊടുക്കാം. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസൊക്കെ അവിടെ സെറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സാലറി വൗച്ചർ യൂസർ ഡിഫൈനകത്തും അതുപോലെ സാലറി പ്രോസസ്സിനകത്തും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്
ഈ പേറോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ അതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ റിപ്പോർട്ട്സ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗേറ്റ് വേ ഫയലിനകത്ത് നിന്നും ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനകത്ത് പേറോൾ റിപ്പോർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് റിപ്പോർട്ട്സ് സമ്മറി കാണാം. പേ സ്ലിപ്പ്, പേ ഷീറ്റ്, അറ്റൻഡൻസ് ഷീറ്റ്, അതുപോലെ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നീ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് പേ സ്ലിപ്പ് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നെയിം ഓഫ് ദ എംപ്ലോയി കാറ്റഗറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റഗറി വൈസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓൾ ഐറ്റംസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എംപ്ലോയിയെ വേണ്ടെങ്കിൽ ആ എംപ്ലോയി സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഹെഡ് ഓഫീസിൽ അനു പറഞ്ഞൊരു എംപ്ലോയിനെ സെലക്ട് ചെയ്തത്. അപ്പോൾ അനു പറഞ്ഞ എംപ്ലോയിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇതൊക്കെ ബ്ലാങ്ക് ആയത് കാരണം നമ്മൾ ആ സാലറി സെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയി നമ്പറോ അതുപോലെ ഫങ്ഷൻസോ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ബ്ലാങ്ക് ആണ്, അല്ലെങ്കിൽ ഇവിടെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അനു പറയുന്ന ആളുടെ പ്രസൻറ്റ് ഡേയ്സ് പറഞ്ഞാൽ 23 ഡേയ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ ബേസിക് സാലറി 10,000, ബോണസ് 2,000, ഹൗസിംഗ് അലവൻസ് 5,000 കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാൻറ്റീൻ ഡിഡക്ഷൻ പറയുന്നത് 1,000 ഉണ്ട്. അതുപോലെ സാലറി അഡ്വാൻസ് അതിനകത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ അനു പറഞ്ഞ എംപ്ലോയിൻ്റെ സാലറി ഡീറ്റെയിൽസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പറയുന്നത് 12,500 അതിൽ ഗ്രോസ് സാലറി പറയുന്നത് 12,600 വരുന്നുണ്ട്. അതുപോലെ ഇതിന് നമ്മൾ 1,000 റുപ്പീസ് ക്യാൻറ്റീൻ ഡിഡക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കുറച്ചിട്ട് 11,500 ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ എംപ്ലോയിൻ്റെ പേ സ്ലിപ്പ് നമ്മൾ നോക്കുന്നത്. സപ്പോസ് ഒരു പർട്ടിക്കുലർ എംപ്ലോയി ഗ്രൂപ്പിൻ്റെ സെലക്ട് ചെയ്യേണ്ടതായത് അതിന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എംപ്ലോയി കാറ്റഗറി ഓൾ കൊടുക്കുന്നത്. അതുപോലെ എംപ്ലോയി ഗ്രൂപ്പ് പറയുന്നത് ഞാനിവിടെ ഹെഡ് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഓൾ ഐറ്റം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹെഡ് ഓഫീസിൻ്റെ അണ്ടറിൽ മാർക്കറ്റിംഗ് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ വരുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്പോൾ ഇവിടെ അനു പറഞ്ഞ ഒരു എംപ്ലോയിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റൊക്കെ താഴെ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ മൾട്ടി പേ സ്ലിപ്പ് എന്നാണ് പറയുക. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചത് സിംഗിൾ പേ സ്ലിപ്പാണ്, ഇത് വന്നിട്ട് മൾട്ടി പേ സ്ലിപ്പാണ്. അവരിതിൽ അനുവിൻ്റെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് നമ്മൾ നേരെ സിംഗിൾ പേ സ്ലിപ്പിലോട്ട് പോകുന്നതായിരിക്കും. ഇതിനകത്ത് കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാം. ജസ്റ്റ് F2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഫീൽഡ് വേണം ഷോ ചെയ്യണം ആ ഒരു ഫീൽഡൊക്കെ യെസ് ആക്കി കൊടുക്കാം, അല്ലാത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ നോ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പേ സ്ലിപ്പ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പേ ഷീറ്റ്. അപ്പോൾ പേ ഷീറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് കാറ്റഗറി വൈസ് ചൂസ് ചെയ്യാം, അതുപോലെ ഗ്രൂപ്പ് വൈസും ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് ഓൾ ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ സിംഗിളാണ് എടുക്കുന്നത്, അനുവിന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അനുവിൻ്റെ പേ ഷീറ്റ് എന്ന് പറയുന്നത്. ബേസിക് സാലറി കാണിക്കുന്നുണ്ട്, അതുപോലെ ബോണസ്, ഹൗസിംഗ് അലവൻസ്, ടോട്ടൽ ഏർണിങ്സ് കാണിക്കുന്നത്. അതുപോലെ ക്യാൻറ്റീൻ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അതവിടെ ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓവർ ടൈം ഒന്നുമില്ല. അതുപോലെ EPF ESIയും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, സാലറി അഡ്വാൻസും ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പേ ഷീറ്റിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട കോൺഫിഗറേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് റിപ്പോർട്ടിനകത്ത് നമുക്ക് എഫക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ എംപ്ലോയിൻ്റെ പേ ഷീറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് എടുക്കുകയാണെങ്കിൽ അതും എടുക്കാവുന്നതാണ്. അതിനിവിടെ എംപ്ലോയി ഗ്രൂപ്പിൻ്റെ പകരം നമ്മളിവിടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്കറ്റിംഗ് അണ്ടറിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. ഹെഡ് ഓഫീസിൻ്റെ അണ്ടറിലുള്ള മാർക്കറ്റിങ്ങിൻ്റെ അണ്ടറിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് അറ്റൻഡൻസ് ഷീറ്റ്. അറ്റൻഡൻസ് ഷീറ്റ് പറയുമ്പോൾ എല്ലാ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് വരും. ഇതിനകത്ത് 3 എംപ്ലോയീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അനു, രാഹുൽ, ശ്രീദേവി വരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ കറസ്പോണ്ടിങ് അറ്റൻഡൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസ് ഉണ്ടോ ആ എംപ്ലോയീസിൻ്റെയൊക്കെ അറ്റൻഡൻസ് ഷീറ്റാണ് ഇവിടെ നമുക്ക് വ്യൂ ചെയ്ത് വരുന്നത്. നമുക്ക് ലാസ്റ്റ് വരുന്ന റിപ്പോർട്ട് പറയുന്നത് പേയ്മെൻറ്റ് പേറോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഏത് പേ ഹെഡാണ് സെലക്ട് ചെയ്യേണ്ടത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബേസിക് സാലറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനുവിൻ്റെ ബേസിക് സാലറി പറയുന്നത് 10,000 ആണ്. അതുപോലെ രാഹുലിൻ്റെ ബേസിക് സാലറി പറയുന്നത് 10,000 ആണ്. അപ്പോൾ ബേസിക് സാലറിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേറോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് കാണുന്നത്. അതേസമയം ഞാനിവിടെ ബോണസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അനുവിന് മാത്രം ബോണസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അനുവിൻ്റെ ആ ഒരു ബോണസ് ഡീറ്റെയിൽസ് വരും. ഇനി സപ്പോസ് ഞാനിവിടെ ഹൗസിംഗ് അലവൻസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അനുവിനും രാഹുലിനും ഹൗസിംഗ് അലവൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സാലറിയിൽ
എത്ര ശതമാനമാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു എമൗണ്ട് ആയിരിക്കും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് രജിസ്റ്ററിൽ വരുന്ന പേറോൾ രജിസ്റ്റർ എന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇതാണ് പേറോൾ രജിസ്റ്റർ. ഓരോ മാസത്തെ പേറോൾ രജിസ്റ്റർ നമുക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏപ്രിൽ മാത്രം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഏപ്രിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തെ ബേസിക് സാലറി ബോണസ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ പേറോൾ രജിസ്റ്റർ. ഇനി അതുപോലെ തന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ ഇതിനകത്ത് നടക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏപ്രിൽ നമ്മുടെ അനുവിൻ്റെ പെർസെൻറ്റേജ് മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പേറോൾ രജിസ്റ്ററും അതുപോലെ അറ്റൻഡൻസ് രജിസ്റ്ററും ഓപ്പൺ ചെയ്ത് എടുക്കുന്നത്. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.